ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം തലവൻ നമ്മോടൊപ്പം സംസാരിക്കുകയാണ്. പി മുജീബ് റഹ്മാൻ, സ്വാഗതം. താങ്കളുടെ സംഘടന ഇത്തരം പ്രവർത്തനങ്ങളുടെ പേരിൽ എന്നെങ്കിലും ഇന്ത്യയിൽ നടപടി നേരിട്ടിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് CPM പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങിയത്. എന്ന് മുതലാണ് CPIM ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. CPIM ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ജമാഅത്തെ ഇസ്ലാമിയും ഈ ഇന്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏറെ പതിറ്റാണ്ട് കാലമായി. ഈ രണ്ട് സംഘടനകൾക്കിടയിലും കമ്മ്യൂണിക്കേഷൻ ഇതിനു മുമ്പും പല സ്വഭാവത്തിലും പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. ഏത് ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ തീവ്രവാദ സംഘടന എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞല്ലോ ആരാണ് കള്ളം പറയുന്നത് എന്ന് നോക്കാം, ഒരാൾ കള്ളമാണ് പറയുന്നത് എന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. അവിടെ നിന്നായിരിക്കും ചർച്ച നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് ഒരു അടിസ്ഥാന ചോദ്യം പ്രേക്ഷകർക്ക് വേണ്ടി ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ. എന്തെങ്കിലും സംഘടന തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ നടപടി നേരിട്ടിട്ടുണ്ടോ? തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു നടപടിയും നേരിട്ടിട്ടില്ല. ബാബരി മസ്ജിദ് ധ്വംസനത്തിൻ്റെ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിരോധനം ഏർപ്പെടുത്തപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 1975 നിരോധനം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ സ്വാഭാവികമായി 2 തവണ സംഘടന നടപടി നേരിട്ടിട്ടുണ്ട്. 1992 രണ്ടാമത്തെ നിരോധനം UAPA ചുമത്തിയായിരുന്നു. അത് കോടതി റദ്ദ് ചെയ്തതാണ്. ഭരണകൂടത്തിൻ്റെ നോട്ടപ്പുള്ളിയാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. 1975 അടിയന്തരാവസ്ഥയുടെ സാഹചര്യം അറിയാം, 92 സാഹചര്യം അറിയാം. ഭരണകൂടത്തിന്, കോൺഗ്രസ് സർക്കാരിന്, ഈ കോൺഗ്രസ് എന്ന് പറയുന്നതിന് ഇപ്പോൾ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നിങ്ങളുടെ സംഘടനയെ ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ് നിങ്ങളെ നോട്ടപ്പുള്ളിയാക്കാൻ വയ്ക്കാൻ ഇത്ര താല്പര്യം? ഭരണകൂട സമീപനം വെച്ചുകൊണ്ടാണോ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഭരണകൂടങ്ങൾ പലപ്പോഴും മർദ്ദനോപാധികളായിട്ട് മാറിയിട്ടില്ലേ? ഇന്ന് ഇന്ത്യയിലുടനീളം മുസ്ലിം മൈനോറിറ്റി ഭരണകൂടത്തിൻ്റെ മർദ്ദനത്തിൻ്റെ ഇരകളല്ലേ? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണോ? ഇസ്ലാമോഫോബിയ ശക്തമായി ഇന്ത്യയിലുടനീളം ഉപയോഗപ്പെടുത്തപ്പെടുന്നില്ലേ? മുസ്ലിം കമ്മ്യൂണിറ്റി അതിൽ അപരാധിയാണോ? ഇന്ന് ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ലേ? മുസ്ലിം കമ്മ്യൂണിറ്റി പ്രതികളാണോ? ഏറ്റവും അവസാനം സമ്പൽ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് 7 പേർ മരണപ്പെട്ടില്ലേ? അതിലെന്താണ് അതിൻ്റെ പ്രകോപന കാരണം? ഞാൻ പറയുന്നത്, ഒരു ഭരണകൂടം രാഷ്ട്രീയമായ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒന്നുകിൽ തൂക്കം ഒപ്പിക്കാൻ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് ഒരു നിലപാടെടുക്കുന്നു. രാജ്യത്തിൻ്റെ നീതിന്യായ കോടതി സവിസ്തരം അത് പരിശോധിച്ചതിന് ശേഷം, ഒരു കൊച്ചു പ്രസ്ഥാനമാണല്ലോ ജമാഅത്തെ ഇസ്ലാമി, ഏതെങ്കിലും അർത്ഥത്തിൽ സ്വാധീനിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു പ്രസ്ഥാനമൊന്നുമല്ലല്ലോ. രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനം വളരെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് രാജ്യത്തിന് മുമ്പാകെ വളരെ കൃത്യമായി വിധി പ്രസ്താവന നടന്നു. എന്നതിന് ശേഷവും അത്തരമൊരു നിരോധനത്തിൻ്റെ പേരിൽ നോട്ടപ്പുള്ളിയാകുന്നത് എങ്ങനെയാണ്?